കൊല്ലത്ത് നിന്ന് വിഷ്ണു പ്രകാശ് നമുക്കൊപ്പം ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. എന്താണ് സമരസമിതി അംഗങ്ങൾക്ക് പറയാനുള്ളത്? അവരും സന്തോഷത്തിലാണ്. പടക്കം പൊടിച്ചൊക്കെയാണല്ലോ ആഘോഷം നടന്നത് ബില്ല് പാസ്സായപ്പോൾ. മോത്തി, ഗുഡ് മോർണിംഗ്. മുനമ്പം ജനത ഒന്നടങ്കം വളരെ സൗഹൃദം നോക്കിയിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ സമരപന്തലിന് ചുറ്റും ആളുകൾ എത്തിയിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടെ, ഇന്ന് ഏകദേശം 2 മണിയോട് കൂടിയാണ് ഈ ബില്ല് ലോക്സഭ പാസ്സാക്കിയത്. അപ്പോൾ ഇവർ വളരെ മുദ്രാവാക്യം വിളികളും അതുപോലെ തന്നെ മധുരപലഹാര വിതരണവും പടക്കം പൊട്ടിച്ചും എല്ലാമാണ് ആവേശത്തോടെയാണ് ഇത് സ്വീകരിച്ചത്. ഏതായാലും ഇന്നലെ നമ്മൾ ഈ മുനമ്പത്തെ സമരപന്തലിലെത്തി അവിടുത്തെ ജനങ്ങളോട് സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് അവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഈ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നാൽ സാധിക്കുമെന്ന ഒരു വിവരമാണ് പറഞ്ഞത്. അതിൻ്റെ പ്രകാരം ഇന്നലെ അർദ്ധരാത്രി വരെ ഈ സമരപന്തലിൽ, സാധാരണഗതിയിൽ രാവിലെ ആരംഭിക്കുന്ന സമരം വൈകിട്ട് 5 മണിയോടുകൂടി നിരാഹാര സമരം അവസാനിപ്പിക്കാറാണ് പതിവ്. എന്നാൽ ഇന്നലെയും ആ സമരം അവസാനിച്ചതിന് ശേഷവും ഇവിടുത്തെ ജനങ്ങൾ, ഇവിടെ സമരം ഇരിക്കുന്ന ജനങ്ങൾ ഈ പന്തലിൽ തന്നെ തുടരുകയായിരുന്നു. അതിനുശേഷം 2 മണിക്ക് ഈ തത്സമയം ഇതിൽ ലോക്സഭയിൽ ഈ ചർച്ചയാകുന്നത് ഇവിടെ ടെലിവിഷൻ നോക്കിക്കൊണ്ടിരുന്ന് അത് തർജ്ജമ ചെയ്യാനുള്ള AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത് മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്ത് അതിൻ്റെ ഓരോ നീക്കങ്ങളും അവർ കണ്ടു മനസ്സിലാക്കിയായിരുന്നു ഇവിടെ തങ്ങിയിരുന്നത്. ഒടുവിൽ ഇന്നലെ ഈ 2 മണിയോട് കൂടി ബില്ല് പാസ്സാക്കുമ്പോൾ അതീവ ആഹ്ലാദകരമായിട്ടാണ് ഇവിടുന്ന് ആളുകൾ പിരിഞ്ഞതും. അതിൻ്റെ ഫലമായിരുന്നു ഇന്നലെ ഒരു മധുരപലഹാര വിതരണമെല്ലാം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഏതായാലും രാവിലെ ആളുകൾ സമരപന്തലിലോട്ട് എത്തുന്നേയുള്ളൂ. ഇന്നലത്തെ രാവിലത്തെ പ്രകടനമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് പുലർച്ചെ ബില്ല് പാസ്സാവുന്ന സമയത്തൊക്കെ.